നമ്മിൽ പലരുടെയും അസ്വസ്ഥതകളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ചുള്ള സങ്കടമല്ല, മറ്റുള്ളവർക്ക് ഉള്ള പലതും നമുക്കില്ലല്ലോ എന്നുള്ളൊരു വേവലാതിയാണ്. അതിൻ്റെ കാരണം നാം നമ്മുടെ വില അളക്കുന്നത് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് എന്നുള്ളതുകൊണ്ടാണ്. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്കുള്ള പലതും നമുക്കില്ല എന്നും അവർക്കുള്ള പലതും നമുക്കില്ലാത്തതുകൊണ്ട് നമ്മുടെ വില കുറഞ്ഞു പോയി എന്നുള്ളത് നമ്മളിലുള്ള ഒരു തെറ്റായ ചിന്തയുമാണ്. നമ്മുടെ വില നമ്മളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വില നമ്മളാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ വില ഇടാനായിട്ട് മറ്റാരെയും അനുവദിക്കാനും പാടില്ല, നമുക്ക് വില ഇടാനായിട്ട് മറ്റുള്ളവരെ അനുവദിക്കാനും പാടില്ല. അത് മറ്റുള്ളവർക്ക് എന്തുണ്ട്, മറ്റുള്ളവർക്ക് ഉള്ളത് എന്നിലില്ല എന്നതിനെ ആശ്രയിച്ചല്ല, എന്നിലുള്ളത് എൻ്റേതാണെന്നും അത് മറ്റാരുടേതുമല്ലെന്നും മറ്റുള്ളവരുടെ ഉള്ള പലതും എന്നിലില്ലെങ്കിലും എന്നിലുള്ള പലതും മറ്റുള്ളവരിലും ഇല്ല എന്നുള്ള കണ്ടെത്തലൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് നമുക്കൊരു സ്വസ്ഥത കിട്ടും. ഞാനാണെന്നുള്ള സ്വസ്ഥത. ആ ഞാനാണ് എന്നുള്ള രീതിയിൽ ജീവിക്കാൻ സാധിച്ചാൽ ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ നമ്മുടെ വഴിയെ നമ്മളാലാവുന്ന വിധത്തിൽ നമ്മുടെ ജീവിതം വിജയപ്രദമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ആ വിജയത്തിന്റെ ആധാരവും അല്ലെങ്കിൽ ആ വിജയത്തിന്റെ അടിസ്ഥാനവും മറ്റുള്ളവരെ ആശ്രയിച്ചല്ല, മറ്റുള്ളവരിൽ ഉള്ളതിനെയും ആശ്രയിച്ചല്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറഞ്ഞു തരുന്നത്, ഡോണ്ട് കമ്പയർ യുവർ ലൈഫ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒരിക്കലും താരതമ്യപ്പെടുത്തരുത്. പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യണം, നമ്മുടെ ജീവിതത്തെ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തണം. ഇന്നലത്തെ നമ്മുടെ ജീവിതവും ഇന്നത്തെ നമ്മുടെ ജീവിതവും അത് താരതമ്യ പഠനത്തിന് വിഷയമാക്കുക തന്നെ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അകത്ത് നാം എന്തുമാത്രം മാറിയിട്ടുണ്ട്, മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു തിരിച്ചറിവാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഊർജ്ജമാക്കി തീർക്കുന്നത്. നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നത് യെസ്, ഐ ആം എ ബെറ്റർ പേഴ്സൺ ദാൻ യെസ്റ്റർഡേ. ഇന്നത്തേക്കായും ഞാനൊരു മെച്ചപ്പെട്ട മനുഷ്യൻ എന്നുള്ള തിരിച്ചറിവ്. ആ കമ്പാരിസൺ നമ്മൾ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ചെയ്ത തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും, ഇന്നലെ സംഭവിച്ച അബദ്ധങ്ങളും ആവർത്തിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ഇന്നലത്തതിനേക്കാളും മെച്ചപ്പെട്ടൊരു മനുഷ്യനായി ഞാൻ ജീവിക്കും എന്നുള്ളൊരു ചിന്തയും തീരുമാനവും അതിനുള്ള ധൈര്യവും നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. കാരണം ഞാൻ ഇന്ന് എൻ്റെ ജീവിതം ഇന്നലെ ഞാൻ ജീവിച്ചതിനേക്കാളും മെച്ചപ്പെടുത്തി ജീവിക്കും എന്നുള്ള ആ ഒരു വലിയ ചിന്ത, അതാണ് നമ്മുടെ ഊർജ്ജം. ആ ഊർജ്ജമാണ് നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ കഴിഞ്ഞ ജീവിതത്തോട് താരതമ്യപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ നാം തന്നെ വിലയിരുത്തി മുന്നോട്ട് പോകുമ്പോൾ ജീവിതം വിജയിക്കും. കാരണം തെറ്റുകൾ ആവർത്തിക്കില്ല, അബദ്ധങ്ങൾ തുടരുകയുമില്ല. അബദ്ധങ്ങൾ തുടർക്കാഴ്ചയാവുമ്പോഴോ തെറ്റുകളുടെ ആവർത്തനം സംഭവിക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് പരാജയങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഫ്രസ്ട്രേഷൻ, നിരാശ സംഭവിക്കുന്നു. അത് സംഭവിക്കാതിരിക്കട്ടെ. ഇന്നലെയുമായി താരതമ്യപ്പെടുത്തി ഇന്ന് ഞാൻ കൂടുതൽ ഒരു നല്ല മനുഷ്യനാവാൻ, മെച്ചപ്പെട്ട മനുഷ്യനാവാൻ, എൻ്റെ ജീവിതം മെച്ചപ്പെട്ട ജീവിതമാക്കാൻ ഞാൻ പരിശ്രമിക്കും. ദൈവം അതിനെ അനുഗ്രഹിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.